എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രേസർ അല്ലെങ്കിൽ ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട് ചോദിക്കാവുന്ന ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ഫിൽട്രേഷൻ ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ ഫിൽട്രേഷന് ശേഷം ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ഫിൽട്രേഷന് ശേഷം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സെഡിമെൻറ്റേഷൻ, ഡിസിൻഫെക്ഷൻ, കൊയാഗുലേഷൻ ആൻഡ് ഫ്ലോക്കുലേഷൻ. ഏതാണ് ഫിൽട്രേഷന് ശേഷം ചെയ്യണ പ്രോസസ്സ്? ഡിസിൻഫെക്ഷൻ ആണ് ഫിൽട്രേഷന് ശേഷം ചെയ്യണ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ്, വല്ല ഡെബ്രിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ മരത്തിൻ്റെ പാർട്ടുകൾ, വലിയ ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നതിനാണ്, വലിയ സ്ക്രീൻ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് റിമൂവിങ് കോഴ്സ് ഓർ സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഇൻ സ്റ്റിൽ വാട്ടർ. വീണ്ടും ആ സ്റ്റിൽ വാട്ടറിൽ വീണ്ടും കുറച്ചും കൂടി എന്താ പറയുക, ലാർജ് സൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും അതിലും ചെറിയ സൈസുള്ള കോഴ്സ് ഓർ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചില കെമിക്കൽസ് ആഡ് ചെയ്യും. ആ കെമിക്കൽസിനെ പറയുന്ന പേരാണ് കൊയാഗുലൻസ്. കൊയാഗുലൻസ് ആഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അത് എല്ലാം കൂടെ ഒരു ഫ്ലോക്ക് ഫോം ചെയ്യും. ആ ഫ്ലോക്കിലേക്ക് നമ്മുടെ ഈ ഫൈൻ മഡ് പാർട്ടിക്കിൾസ് അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്തതിന് ശേഷം അപ്പോൾ അത് വലിയ വലിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും, ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറിയതിന് ശേഷം അത് റിമൂവ് ചെയ്യണതിനാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് കെമിക്കൽസ് കൊയാഗുലൻസ് ആഡ് ചെയ്യുമ്പോൾ അത് ഫ്ലോക്ക് ഫോം ചെയ്യും. ഈ ഫ്ലോക്കിലേക്ക് മഡ് പാർട്ടിക്കിൾസും അങ്ങനെ റിമൂവ് ചെയ്യുന്ന സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, ഫൈൻ പാർട്ടിക്കിൾസ് ഒക്കെ അട്രാക്റ്റ് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. അത് വലിയ പാർട്ടിക്കിളാവുമ്പോൾ അത് അങ്ങനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിൽറ്റർ മീഡിയക്കൂടെ വാട്ടർ പാസ് ചെയ്യാം. തിക്ക് ലെയർ ഓഫ് സാൻഡോ അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ മീഡിയക്കൂടെ വാട്ടർ പാസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കണതാണ് ഫിൽട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിസിൻഫെക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് വല്ലതും വാട്ടറിലുണ്ടെങ്കിൽ അതിനെ ഡിസിൻഫെക്ഷൻ വഴി കില്ല് ചെയ്യുക. ആ പ്രോസസ് ഓഫ് കില്ലിങ് ഇൻഫെക്റ്റീവ് ബാക്ടീരിയ ഫ്രം ദി വാട്ടർ, അതിനാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 സ്റ്റേജുകളാണുള്ളത്. സ്ക്രീനിങ്, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ലാസ്റ്റ് സ്റ്റേജ് ഡിസിൻഫെക്ഷൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിൽട്രേഷന് ശേഷം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഏതാണെന്നാണ്. ഫിൽട്രേഷന് ശേഷം ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഇൻ എക്സസ് ഓഫ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ വിച്ച് എക്സിസ്റ്റ് ഇൻ ദി പോർ സ്പേസ് ഓഫ് ദി സോയിൽ ബൈ മോളിക്കുലാർ അട്രാക്ഷൻ. അതായത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിനേക്കാളും കൂടുതൽ വാട്ടർ ഉണ്ട്. ആ വാട്ടർ എന്തെങ്കിലും ഉണ്ടാവും, നമ്മുടെ പോർ സ്പേസ് ഓഫ് ദി സോയിലിൽ മോളിക്കുലാർ അട്രാക്ഷൻ വഴി സോയിലിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന വാട്ടറിനെ എന്ത് പേരാണ് പറയുന്നത്? സീ വാട്ടർ, റിവർ വാട്ടർ, കാപ്പിലറി വാട്ടർ, നൺ ഓഫ് ദീസ്. ആൻസർ എന്താ? കാപ്പിലറി വാട്ടർ എന്നാണ് പറയുന്നത് അല്ലേ. പോർ സ്പേസ് ഓഫ് ദി സോയിലിൽ നമുക്ക് മോളിക്കുലാർ അട്രാക്ഷൻ വഴി പിടിച്ചു നിർത്താൻ പറ്റുന്ന വാട്ടറിനെ പറയുന്ന പേരാണ് കാപ്പിലറി വാട്ടർ. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു ഓവൻ ഡ്രൈഡ് സാമ്പിൾ എടുത്തിട്ട് അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യും. സം എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം അറ്റ്മോസ്ഫിയർ അത് അബ്സോർബ് ചെയ്യും. ആ വാട്ടറിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഗ്രാവിറ്റിയോ അല്ലെങ്കിൽ കാപ്പിലറിയുടെ മൂവ്മെൻറ്റ് വഴി മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഗ്രാവിറ്റി വഴിയൊന്നും മൂവ് ചെയ്യില്ല. അങ്ങനെയുള്ള വാട്ടറിനെയാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. കാപ്പിലറി വാട്ടർ നമ്മൾ പറഞ്ഞല്ലോ, മോളിക്കുലാർ അട്രാക്ഷൻ വഴി പോർ സ്പേസ് ഓഫ് ദ സോയിലിൽ ഉണ്ടാകുന്ന വാട്ടറിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. തേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ഇൻ സോയിൽ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വാട്ടർ ആണ്. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്താണ്? ഈ ഹൈഗ്രോസ്കോപ്പിക്കും കാപ്പിലറിയൊക്കെ കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് വാട്ടർ ഉണ്ടെങ്കിൽ ഫേവറബിൾ ഡ്രെയിനേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് സോയിലിൽ നിന്ന് മൂവ് ചെയ്യും. ആ വാട്ടറിനെയാണ് നമ്മൾ ഗ്രാവിറ്റി വഴി മൂവ് ചെയ്യും. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ വാട്ടറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ 3 പറഞ്ഞു. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, ഓവൻ ഡ്രൈഡ് സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യണ വാട്ടറിനെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയും. രണ്ടാമത്തത് കാപ്പിലറി വാട്ടർ, പോർ സ്പേസ് ഓഫ് ദ സോയിലിൽ മോളിക്കുലാർ അട്രാക്ഷൻ വഴി എക്സിസ്റ്റ് ചെയ്യണതിനാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് ഗ്രാവിറ്റേഷണൽ വാട്ടർ, അത് നമ്മൾ പറഞ്ഞു അല്ലേ. എക്സസ് ഓഫ് ഹൈഗ്രോസ്കോപ്പിക് ആൻഡ് കാപ്പിലറി വാട്ടർ ഉണ്ടാവണം. ആ വാട്ടർ ഫേവറബിൾ ഡ്രെയിനേജ് കിട്ടിയതിനെ മൂവ് ഔട്ട് ചെയ്യും. ആ വാട്ടറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്.
Okay. Third question, the hydraulic structure in which the drainage is taken over the irrigation canal is known as. ഇറിഗേഷൻ കാനാലിന്റെ മുകളിലാണ് ഡ്രെയിനേജ് എങ്കിൽ ആ ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? സൂപ്പർ പാസേജ്, ലെവൽ ക്രോസ്, സൂപ്പർ എലിവേഷൻ, ഓൾ ഓഫ് ദി എബവ്. എന്താണ്? ഡ്രെയിനേജ് ആണ് കനാലിന്റെ മുകളിലെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? സൂപ്പർ പാസേജ് എന്നാണ് പറയുന്നത്. ഇനി നേരെ തിരിച്ചാന്ന് വിചാരിക്കുക, ഡ്രെയിനേജിന്റെ മുകളിലാണ് നമ്മൾ ഡ്രെയിനേജ് ഇസ് ടേക്കൺ ഓവർ ദി ഇറിഗേഷൻ കനാൽ നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞു. നേരെ വൈസ് വേഴ്സയാണ്, അതായത് ഡ്രെയിനേജിന്റെ മുകളിലാണ് ഇറിഗേഷൻ കനാലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എക്വഡക്റ്റ് എന്നാണ് പറയുന്നത്. എക്വഡക്റ്റ്. ഇനി രണ്ടും ഡ്രെയിനേജും ഇറിഗേഷൻ കനാലും സെയിം ലെവലിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ലെവൽ ക്രോസിംഗ്. അപ്പം 3 ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഒന്ന് സൂപ്പർ പാസേജ്, ഒന്ന് അക്വിഡക്റ്റ്, ഒന്ന് ലെവൽ ക്രോസിംഗ്. ഡ്രെയിനേജ് ഇസ് ടേക്കൺ ഓവർ ഇറിഗേഷൻ കനാലിന് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയും. കനാൽ ഇസ് ടേക്കൺ ഓവർ ദി ഡ്രെയിനേജിന് നമ്മൾ അക്വിഡക്റ്റ് എന്ന് പറയും. ഡ്രെയിനേജും കനാലും കൂടെ സെയിം ലെവലിൽ വരികയാണെങ്കിൽ അതിന് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ബെഡ് ലെവൽ ഓഫ് ദ കനാൽ ഈസ് higher than the highest floor level of the drainage, then the cross drainage work is said to be aqueduct, super passage, canal, siphon, siphon aqueduct. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, കനാല് ഡ്രെയിനേജിന്റെ മുകളിലാണ് വരുന്നതെങ്കിൽ ബെഡ് ലെവൽ ഓഫ് ദി കനാൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്ലോർ ലെവൽ ഓഫ് ദി ഡ്രെയിനേജ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അക്വഡക്റ്റ് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറിഗേഷൻ കനാൽസ് ആർ ജനറലി അലൈൻഡ് അലോങ്. ഇറിഗേഷൻ കനാൽസ് ഏത് കൂടെയാണ് അലൈൻ ചെയ്തിട്ടുണ്ടാവുക? കോണ്ടൂർ ലൈൻ, വാട്ടർ ഷെഡ്, സ്ട്രെയിറ്റ് ലൈൻ, വാലി ലൈൻ. ഇറിഗേഷൻ കനാൽസ് ജനറലി അലൈൻഡ് അലോങ് വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ എന്നാണ് അതിന് പറയുന്നത്. ഒന്നിൽ റിഡ്ജ് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ വാട്ടർ ഷെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ്. റെയിൻ ഗേജിന്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 10 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ ആൻഡ് 40 സെന്റിമീറ്റർ. ആൻസർ എന്താ? 30 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ്. 30 സെന്റിമീറ്റർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the best irrigation method that suits the area where scarcity of irrigation water is. ഇറിഗേഷൻ വാട്ടറിന്റെ സ്കാർസിറ്റി ഉണ്ടെങ്കിൽ ഏത് ഇറിഗേഷൻ മെത്തേഡാണ് സ്യൂട്ട് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ചെക്ക് ഫ്ലഡിങ്, ഫറോ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ആൻസർ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്? ഡ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നത് ഡ്രോപ്സ് ആയിട്ടാണ്. നിയർ ദി ബേസ് ഓഫ് ദി പ്ലാന്റ് നമ്മൾ വാട്ടർ ഡ്രോപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. ഓക്കെ. ഇനി രണ്ടാമത് എന്ത്? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നത് സ്പ്രേയുടെ പോലെയാണെങ്കിൽ, സ്പ്രേ പോലെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഫറോ ഇറിഗേഷൻ. ഫറോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റോ ക്രോപ്സ് ലൈക്ക് മെയ്സ്, ഷുഗർ കെയിൻ, കോട്ടൺ, ടൊബാക്കോ അതിലൊക്കെ യൂസ് ചെയ്യണതാണ് ഈ ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഇറിഗേഷൻ മെത്തേഡ്സിലൊക്കെ മൊത്തം ഏരിയ വെറ്റ് ചെയ്തിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകും കുറേ വാട്ടറൊക്കെ. പക്ഷേ ഈ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ 1/2 മുതൽ 1/5 വരെയുള്ള സർഫസ് മാത്രമേ വെറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവാപറേഷൻ ലോസ് കുറവായിരിക്കും. അപ്പോൾ ഫറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അതിൻ്റെ സൈഡിൽ ഓരോ നാരോ ഡിച്ചൊക്കെ ഉണ്ടാവും ബിറ്റ്വീൻ റോസ് ഓഫ് പ്ലാന്റ്സും. അപ്പോൾ ഡിഫറെൻറ്റ് ഫറോ ഒക്കെ ആയിട്ട് എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണ ഇറിഗേഷനെയാണ് നമ്മൾ ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്താ? ചെക്ക് ഫ്ലഡിങ്. ചെക്ക് ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റയർ ഏരിയനെ നമ്മൾ കുറേ പ്ലോട്ടൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫ്ലഡിങ് ചെയ്യുന്നതിനാണ് നമ്മൾ ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഒരു ലാറ്ററൽ ഉണ്ടാവും, ലാറ്ററൽ സിസ്റ്റം ഉണ്ടാവും, മെയിൻ കനാൽ ഡിച്ച് ഉണ്ടാവും, പിന്നെ അതിന് സബ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ എൻറ്റയർ ഏരിയ ഡിഫറെൻറ്റ് പ്ലോട്ട് ആക്കിയിട്ട് ഫ്ലഡിങ് ചെയ്യുക, അതിനാണ് ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാർസിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ വെസ്റ്റ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ നോച്ച്. ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ നോച്ച് അതിനെ പറയുന്ന പേരെന്താണ്? നാപ്പെ ഓർ വെയിൻ, ഫ്ലോ, ഗേറ്റ്, വാൽവ്. ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ നോച്ചിനെ പറയുന്ന പേരെന്താ? നാപ്പെ ഓർ വെയിൻ. അതാണ് ഈ ഷീറ്റ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഓവർ നോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലമെന്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമിന്റെ എലമെന്ററി പ്രൊഫൈൽ എന്താ? ട്രപ്പസോയിഡ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, സ്ക്വയർ, പിരമിഡ്. ഏതാണ് ഇതിൽ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഗ്രാവിറ്റി ഡാമിന്റെ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ,
ദാറ്റ് ഈസ് ദ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ബൈ റൈവ്സ് ഫോർമുല. അപ്പോൾ ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ കുറേ എംപിരിക്കൽ ഫോർമുലാസ് ഉണ്ട്. റൈവ്സ് ഫോർമുല, ഡിക്കൻസ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫോർമുലയാണ് റൈവ്സ് ഫോർമുല എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫോർമുലകളെല്ലാം അറിഞ്ഞാൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റൈവ്സ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്? എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ റിവറിൻ്റെ ഫ്ലഡിൻ്റെ ഡിസ്ചാർജ് അറിഞ്ഞാൽ മാത്രമേ റിവർ ഡ്രെയിനിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന എംപിരിക്കൽ ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ ഒരു ഫോർമുലയാണ് റൈവ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഏതാണ് താഴെ തന്നിരിക്കുന്നതിലെ ഫോർമുല? Q=CM⁻²/3 എന്ന് പറയുന്നതാണ് റൈവ്സ് ഫോർമുല എന്ന് പറയുന്നത്. Q=CM⁻²/3 ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദി ഗ്രാജുവേറ്റഡ് ജാർ ഓഫ് ദി സൈമൺസ് റെയിൻ ഗേജ്. സൈമൺസ് റെയിൻ ഗേജിലെ സ്മോളസ്റ്റ് ഡിവിഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 0.1 mm, 0.2 mm, 0.8 mm, 0.5 mm. ഏതാണ് സ്മോളസ്റ്റ് ഡിവിഷൻ? 0.2 mm ആണ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദി സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് ആണ് സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡിഫറൻസ് ഓഫ് ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദി ഡാം ആൻഡ് മാക്സിമം വാട്ടർ ലെവൽ ഈസ് ടേംഡ് ആസ്. ടോപ്പ് ഓഫ് ദി ഡാമും മാക്സിമം വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരെന്താണ്? ഡെഡ് സ്റ്റോറേജ്, ലൈവ് സ്റ്റോറേജ്, ഗ്രോസ് ഫ്രീ ബോർഡ്, നെറ്റ് ഫ്രീ ബോർഡ്. എന്താണ് ആ ടോപ്പ് ഓഫ് ദി ഡാമും മാക്സിമം വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരെന്താണ്? നെറ്റ് ഫ്രീ ബോർഡ് എന്നാണ് ആ ഡിഫറൻസിനെ നമ്മൾ പറയുന്നത്, നെറ്റ് ഫ്രീ ബോർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫ്രീ ബോർഡ് ഓഫ് എർത്ത് ഡാം റേഞ്ചസ് ഫ്രം. ഒരു എർത്ത് ഡാമിൻ്റെ ഫ്രീ ബോർഡ് എത്രയാണ് റേഞ്ച് ചെയ്യുന്നത്? 0.3 meter to 0.75 meter, 1.25 meter to 3.5 meter, 3.5 meter to 5 meter, none of these. എത്ര ഫ്രീ ബോർഡ് വരുന്ന എർത്ത് ഡാമിൻ്റെ? 1.25 meter to 3.5 meter. ഓക്കെ, കേരളത്തിലൊരു എർത്ത് ഡാം ഉണ്ടല്ലോ, എവിടെയാണ് അതുള്ളത്? വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ, അതാണ് കേരളത്തിലത്തെ എർത്ത് ഡാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എങ്ങാനും വേണം ചോദിക്കാം, ഒരു ജനറൽ PSC ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ദ ഫ്രീ ബോർഡ് ഓഫ് എർത്ത് ഡാം എന്ന് പറയുന്നത് എത്രയാണ്? 1.25 meter to 3.5 meter. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റി ഡാം ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് എർത്ത്, മാസണറി, സാൻഡ്, റോക്ക്. നമ്മൾ ഗ്രാവിറ്റി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മാസണറി വെച്ചിട്ടോ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേത് ആൻസർ വരുന്നത്? ഗ്രാവിറ്റി ഡാം ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് മാസണറി ആണ്. ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഒരു റിജിഡ് ഡാം ആണ് അല്ലേ. റിജിഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമിനെയാണ് നമ്മൾ റിജിഡ് ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി ഡാം റിജിഡ് മെറ്റീരിയൽ ലൈക്ക് മാസണറി അല്ലെങ്കിൽ കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് മാസണറിയോ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. തിക്കനിങ്, ഡീവാട്ടറിങ്, ഡ്രൈയിങ്, ഡൈജഷൻ. ഇതിലേത് ലാസ്റ്റ് സ്റ്റേജ്? ഡ്രൈയിങ് ആണ് സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഡ്രൈ ചെയ്തെടുക്കുക അല്ലേ, സോയിലിനെ മാക്സിമം നമ്മൾ അതിൻ്റെ വാട്ടറൊക്കെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. ഡ്രൈയിങ് ചെയ്താണ് സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 1991, 2000, 1974, 1981. ഇതിലേതാണ്? 1981 എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് നിലവിൽ വന്നത്. 1981. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഗ്യാസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്യൂവർ. സ്യൂവറിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഗ്യാസ് ഏതാണെന്നാണ്? H2S, CH4, CO2 ആൻഡ് HCl. ഇതിലേതാ? HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതെന്തായാലും ഒരു ഗ്യാസ് അല്ല, അതാണ്. അപ്പോൾ ഇതിൽ സ്യൂവറിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഗ്യാസ്, സ്യൂവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്? അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ് മുതലായവയാണ് സ്യൂവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡിസൈൻ പീരീഡ് ഫോർ ദി ഡിസൈൻ ഓഫ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഈസ് ജനറലി ടേക്കൺ ആസ്. ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൻ്റെ ഡിസൈൻ പീരീഡ് ജനറലി എത്രയാണ് എടുക്കുന്നത്? ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് എടുക്കുന്നത് ലെസ് ദാൻ 10 years ആണോ, 20 to 30 years ആണോ, 50 years ആണോ, 100 years ആണോ? ഒരു വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൻ്റെ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് 20 to 30 years ആണ് ജനറലി. Failure of a component or a structure due to several cycles of repeated loads is called. Several cycles or repeated loads in the failure. അങ്ങനെ ഉണ്ടാവുന്ന ഫെയിലിയറിനെ പറയുന്ന പേരെന്താണ്? ഫെറ്റിഗ് ഫെയിലിയർ, ബക്ലിംഗ് ഫെയിലിയർ, ബ്രിട്ടിൽ ഫെയിലിയർ, ഫ്ലക്ചറൽ ഫെയിലിയർ.
എന്ത് ടൈപ്പ് ഫെയിലിയർ ആണത്? റിപ്പീറ്റഡ് സെവറൽ സൈക്കിൾസ് ഓർ റിപ്പീറ്റഡ് ലോഡ്സ് കാരണം ഉണ്ടാകുന്ന ഫെയിലിയർ നമ്മൾ പറയുന്ന പേരാണ് ഫെറ്റീഗ് ഫെയിലിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, the extent of time by which the start of an activity may be delayed without interfering with the start of the succeeding activity. അതിനെ പറയുന്ന പേരെന്താണെന്നാണ് അല്ലേ? സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി മേ ബി ഡിലേഡ് വിത്തൗട്ട് ഇന്റർഫിയറിങ് വിത്ത് ദ സ്റ്റാർട്ട് ഓഫ് ആൻ സക്സീഡിങ് ആക്ടിവിറ്റി. അതിനെ പറയുന്ന പേരാണ് ഫ്രീ ഫ്ലോട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മറ്റേ ആദ്യത്തെ ആക്ടിവിറ്റി ഡിലേ ചെയ്തിട്ട് മറ്റേ ആക്ടിവിറ്റീനെ സക്സീഡിങ് ആക്ടിവിറ്റി ഇന്റർഫിയർ ചെയ്യാണ്ടുള്ള ആ ടൈം, അതിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് ട്രൂ. ഇതിൽ ഏതാ തെറ്റെന്നാണ് ക്വസ്റ്റ്യൻ. പെർട്ട് ഈസ് യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. കറക്റ്റ് ആണ്. പെർട്ട് ഈസ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, അത് തെറ്റാണ്. പെർട്ട് ഈസ് ഇവന്റ് ഓറിയന്റഡ് ആണ്. CPM ആണ് ആക്ടിവിറ്റി ഓറിയന്റഡ്, പെർട്ട് ഈസ് ഇവന്റ് ഓറിയന്റഡ് ആണ്, തെറ്റാണ്. ഓപ്ഷൻ ബി. ഇനി പ്രൊജക്ട് ഡ്യൂറേഷൻ എസ്റ്റിമേറ്റ് യൂസിങ് പെർട്ട് ഈസ് പ്രോബബിലിറ്റിസ്റ്റിക്. കറക്റ്റ് ആണ്. പ്രൊജക്ട് ഡ്യൂറേഷൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? പ്രോബബിലിറ്റിസ്റ്റിക് ആണ്. കാരണം 3 ടൈമുകൾ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം, അങ്ങനെ 3 ഡ്യൂറേഷൻ വെച്ചിട്ട് അതിൽ നിന്നാണ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർട്ട് ഈസ് പ്രോബബിലിറ്റിസ്റ്റിക്. പെർട്ട് ഈസ് യൂസ്ഡ് ഫോർ പ്രോജക്ട്സ് വിച്ച് ആർ നോൺ റിപ്പീറ്റീവ് ഇൻ നേച്ചർ. കറക്റ്റ് ആണ്. പെർട്ട് യൂസ് ചെയ്ത് നോൺ റിപ്പീറ്റീവ് നേച്ചറിലുള്ള പ്രോജക്ട്സിനാണ്. അപ്പോൾ ഇതിൽ തെറ്റായെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. പെർട്ട് എന്ന് പറയുന്നത് ഇവന്റ് ഓറിയന്റഡ് ആണ്. CPM ആണ് ആക്ടിവിറ്റി ഓറിയന്റഡ്. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. പെർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ് പെർട്ട്. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. എ മൂവിംഗ് ഫോം വർക്ക് ഈസ് കോൾഡ്. മൂവിംഗ് ഫോം വർക്കിനെ പറയുന്ന പേരെന്താ? എലിവേറ്റർ, സ്ലിപ്പ് ഫോം, സ്കഫോൾഡിംഗ്, ഷട്ടറിങ്. മൂവിംഗ് ഫോം വർക്കിനെ പറയുന്ന പേരാണ് സ്ലിപ്പ് ഫോം എന്ന് പറയുന്നത്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു ടെമ്പററി സ്ട്രക്ചറാണ്. വർക്കേഴ്സിന് ഡിഫറെൻറ്റ് ലെവൽസിൽ വർക്ക് ചെയ്യാൻ അവരുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് കെട്ടുന്നതിനാണ് നമ്മൾ ഒരു ടെമ്പററി സ്ട്രക്ചർ ഇറക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റൻ എന്താ? മൂവിംഗ് ഫോം വർക്ക് എന്താണെന്നാണ്. മൂവിംഗ് ഫോം വർക്കിനെ പറയുന്ന പേരാണ് സ്ലിപ്പ് ഫോം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഇതിൽ ഏതാണ് തെറ്റായതെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹൈ ഏർലി സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. കറക്റ്റ് ആണല്ലേ. C3Sഉം 3C3യും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹൈ ഏർലി സ്ട്രെങ്ത്തിനാണ്. കറക്റ്റ് ആണ്. ഇൻക്രീസിംഗ് ദ ഫൈനസ് ഓഫ് സിമെന്റ് റിസൾട്ട്സ് ഇൻ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. കറക്റ്റ് ആണ്. ഫൈനസ് കൂടുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് കൂടും. തേർഡ് വൺ, ഇൻക്രീസിംഗ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് റിറ്റാർഡ്സ് ഏർലി ഡെവലപ്മെന്റ് ഓഫ് സിമെന്റ്. ഇൻക്രീസിംഗ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യണതാണ്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി ഡെവലപ്മെന്റ് സ്ട്രെങ്ത് റിറ്റാർഡ് ചെയ്യും. കറക്റ്റ് ആണ്. ഇൻക്രീസിംഗ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ജനറേറ്റ് മോർ ഹീറ്റ് ഹൈഡ്രേഷൻ. തെറ്റാണ്. ഡൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ലെസ് ജനറേഷൻ ഓഫ് ഹീറ്റ്, ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് അതിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്ഷനാണ് തെറ്റ്. ഡൈ കാൽഷ്യം സിലിക്കേറ്റിൽ 62 കലോറി പെർ ഗ്രാം ആണ്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് 120 കലോറി പെർ ഗ്രാം ആണ്. ട്രൈ കാൽഷ്യം അലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ 270 കലോറി പെർ ഗ്രാം ആണ്. അപ്പോൾ ലീസ്റ്റ് വാല്യൂ C2S-നാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് തെറ്റായ ഉത്തരം. ഫോർ ആൻ ആക്ടിവിറ്റി ഇൻ എ പെർട്ട് നെറ്റ്വർക്ക്, ഇഫ് ദ ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം ആൻഡ് പെസിമിസ്റ്റിക് ടൈം ആർ 5, 8 and 17 weeks റെസ്പെക്റ്റീവ്ലി, ദ എക്സ്പെക്റ്റഡ് ടൈം ഈസ് ഈക്വൽ ടു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബബിലിസ്റ്റിക് മെത്തേഡിനെയാണ് പെർട്ട് എന്ന് പറയുന്നത് എന്നല്ലേ. അപ്പം ഇതിൽ 3 ടൈമുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പം അതിനൊരു ഇക്വേഷൻ ഉണ്ട്. TO + 4TM + TP/6. TO എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം, TM എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈം, TP എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ടൈം. അപ്പോൾ ആ വാല്യൂസ് അതിൽ ഇട്ട് കൊടുക്കുക. TO എന്ന് പറയുന്നത് ഇവിടെ എത്ര 5 ആണ്, TM എന്ന് പറയുന്നത് 8 ആണ്, TP എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. TO + 4TM + TP / 6. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 weeks എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഡിറ്റർമൈൻ ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാത്ത ടെസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കോമ്പാക്റ്റിംഗ് ഫാക്ടർ, ബ്ലെയിൻസ് ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ. ആൻസർ B ആണ്. ബ്ലെയിൻസ് ടെസ്റ്റ് ആണ് വർക്കബിലിറ്റിക്ക് ഉപയോഗിക്കാത്തത്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ്, ട്രാൻസ്പോർട്ടഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ പൊസിഷൻ. അപ്പോൾ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനുള്ള അതിൻ്റെ ഈസിനെയാണ് നമ്മൾ എളുപ്പം, ആ ഒരു എളുപ്പത്തിനാണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്, വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് സ്ലംബ് ടെസ്റ്റ്, കോമ്പാക്റ്റിംഗ് ഫാക്ടർ ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. ഇതൊക്കെ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ഇതിൽ ഉപയോഗിക്കാത്ത ടെസ്റ്റ് ഏതാ? ബ്ലെയിൻസ് ടെസ്റ്റ് ആണ് വർക്കബിലിറ്റിക്ക് ഉപയോഗിക്കാത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാന്ന്. പ്രോസസ് ഓഫ് കോൾഡ് വർക്കിംഗ് ഓഫ് സ്റ്റീൽ, ഏതാ ഇതിലത്തെ തെറ്റ്? ഇൻക്രീസസ് ദി yield സ്ട്രെങ്ത്, അത് കറക്റ്റ് ആണല്ലേ. കോൾഡ് വർക്കിംഗ് yield സ്ട്രെങ്ത് കൂട്ടും. ഇൻക്രീസസ് ദി ഡക്റ്റിലിറ്റി, അത് തെറ്റാണ്. കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഡക്റ്റിലിറ്റീനെ ഇൻക്രീസ് ചെയ്യില്ല, അത് തെറ്റാണ്. ഓപ്ഷൻ ബി ഇൻക്രീസസ് ദി ഡക്റ്റിലിറ്റി തെറ്റാണ്. ഓപ്ഷൻ സി ഡിക്രീസസ് ദി പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ, കറക്റ്റ് ആണ് അല്ലേ. കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഡിക്രീസസ് ദി പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ റിസൾട്ട്സ് ഇൻ റെസിഡ്യുവൽ സ്ട്രെയിൻ, അതൊക്കെ ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ ആൻസർ ഏതാണ്? ഇൻക്രീസസ് ദി ഡക്റ്റിലിറ്റി. അപ്പോൾ പ്രോസസ് ഓഫ് കോൾഡ് വർക്കിംഗ് ഓഫ് സ്റ്റീൽ ഇൻക്രീസസ് ദി ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് തെറ്റായ ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ